കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി. ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും തീരുമാനമായി. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അത് സമഗ്രമായി അന്വേഷിക്കാനുള്ള ഒരു സമിതിയെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിയോഗിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, പൊതുവിൽ ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പുതിയ ജയിൽ നിർമ്മാണം അതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇന്നത്തെ ചർച്ച നീണ്ടു എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്നാണ് കൂടുതൽ വിവരങ്ങൾ? കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവത്തിൽ വലിയ ഗൗരവത്തോടുകൂടിയാണ് സർക്കാർ കാണുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഒരു അടിയന്തര യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. ജയിൽ മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇതിലാണ് ഈ മറ്റന്വേഷണങ്ങൾക്ക്, പോലീസ് അന്വേഷണത്തിനും വകുപ്പ് തല അന്വേഷണത്തിനും പുറമെ ഒരു സമഗ്ര അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവർ അടങ്ങുന്ന ഒരു ടീം, അതായത് അവരായിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുക. കൂടാതെ ഈ ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവം ഗൗരവകരമാണെന്ന് മുഖ്യമന്ത്രി തന്നെ ഈ യോഗത്തിൽ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് സംസ്ഥാനത്തെ ജയിലുകളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ചില നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി പ്രവർത്തനക്ഷമമാക്കണമെന്ന്, അതായത് ഫെൻസിംഗ് അത് പ്രവർത്തനക്ഷമമാക്കണം തീരുമാനമെടുത്തു. സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് CCTV 4 പ്രധാനപ്പെട്ട ജയിലുകളിലും സ്ഥാപിക്കും. ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് കണക്കെടുത്ത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 5 വർഷം പൂർത്തിയാക്കിയവരെ മറ്റ് ജയിലുകളിലേക്ക് നിയോഗിക്കും. ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. കൂടാതെ സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുകാരുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളത് നേരത്തെ തന്നെയുള്ള റിപ്പോർട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ജയിൽ സംസ്ഥാനത്ത് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിൽ സ്ഥലമേറ്റെടുത്ത് പ്രവർത്തനം നടത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് യോഗത്തിൽ. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.